ഈ വെക്കേഷനിൽ നമ്മുടെ മക്കൾ എവിടെയായിരിക്കും? പരീക്ഷ കഴിഞ്ഞു, ഇനി 2 മാസം ഒഴിവാണ്. നന്നായി പഠിക്കുന്നവർ ഈ വെക്കേഷൻ സമയത്തും പഠന തിരക്കിലാണ്. മറ്റുള്ളവർ ഈ 2 മാസങ്ങളിൽ അഥവാ ഏപ്രിൽ മെയ് മാസങ്ങളിൽ ചീത്ത കൂട്ടുകെട്ടിലൂടെ നാടിനും രക്ഷിതാക്കൾക്കും വേണ്ടാത്തവരായി മാറുന്നു. ഗൾഫ് മാന്ദ്യം രക്ഷിതാക്കളെ ബാധിച്ചപ്പോൾ അവരുടെ മക്കളെയും തെല്ലൊന്ന് ബാധിച്ചിട്ടുണ്ട്. ആയതിനാൽ ഏതെങ്കിലും മാർഗത്തിലൂടെ സ്വന്തമായി കുറച്ച് പണമുണ്ടാക്കലാണ് ഇത്തരക്കാരുടെ ലക്ഷ്യം. പല തട്ടുകട ഹോട്ടലുകളിൽ നിന്നും ഇത്തരക്കാർ കുഴിമന്തിയും ഷവായും ബുഹാരിയും ഷവർമയും കൂടെ തിന്നുന്നത് നമ്മൾ കാണുന്നുണ്ടല്ലോ. ഇനി ആ കാഴ്ച അസ്തമിക്കുകയാണ്. ഗൾഫിൽ നിന്നും പ്രവാസികൾ തിരിച്ചെത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ച അമ്പരപ്പിക്കുന്ന തരത്തിലാണ്. ജോലി നഷ്ടപ്പെട്ട മലയാളികളുടെ 4ഉം 5ഉം ആളുകൾ ഒരുമിച്ച് ഒരു കച്ചവടം തുടങ്ങണമെന്ന ലക്ഷ്യത്തിൽ നാട്ടിലെത്തി ആദ്യം കച്ചവടം തുടങ്ങുന്നത് ഗൾഫിൽ ചെയ്ത പരിചയമുള്ള ഹോട്ടൽ മേഖലയിലാണ്. 5ഉം 10ഉം ലക്ഷം രൂപ ഡെക്കറേഷന് വേണ്ടി മാത്രം ചിലവാക്കി തുടങ്ങുന്ന മിക്ക ഹോട്ടലുകളും അടച്ചു പൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. കയ്യിലുള്ള പണം പോലും നഷ്ടപ്പെട്ട് വീണ്ടും കടക്കെണിയിലകപ്പെടുകയാണിപ്പോൾ. തനിക്കറിയാവുന്നതല്ലേ ചെയ്യാൻ പറ്റൂ എന്ന് പറയുന്നവരോട്, ഒരു നാട്ടിൽ 100 വീടുണ്ടെങ്കിൽ അവിടെ ഒരാൾ ഒരു പലചരക്ക് കട തുടങ്ങി. അത് വിജയിച്ചെന്ന് കണ്ടാൽ വീണ്ടും അതേ സ്ഥലത്ത് മറ്റൊരാൾ മറ്റൊരു പലചരക്ക് കട കൂടി തുടങ്ങിയാൽ ആ 2 കടയും പൂട്ടേണ്ടി വരില്ലേ? പകരം മറ്റു വല്ല കച്ചവടമല്ലേ ആരംഭിക്കേണ്ടത്? ഒരിടത്ത് കുഴിമന്തിയെങ്കിൽ പിന്നെ തുടങ്ങേണ്ടത് ബുഖാരിയാണ്. ശേഷം മുത്തബക്കും ആവാം. മറ്റൊരാൾ ഗ്രിൽഡ് ഫിഷ് വിൽക്കട്ടെ. അല്ലാതെ എല്ലാവരും ഒന്ന് തന്നെ തുടങ്ങിയാൽ എല്ലാം പൂട്ടേണ്ടി വരില്ലേ? എത്രയോ പ്രവാസികൾ ഇന്ന് വീട്ടിൽ പോലും ഇരിക്കാൻ പറ്റാതെ ഭാര്യയ്ക്കും മക്കൾക്ക് പോലും വലിയൊരു ഭാരമായി ഇരിപ്പാണ്. ഉപ്പയോട് ഭർത്താവിനോട് ഒന്നും ചോദിക്കുന്നില്ല. പഴയ സ്നേഹവും സംസാരവും ഒന്നുമില്ലത്തെ ഇന്നത്തെ ഭർത്താക്കന്മാർക്ക് അല്ലെങ്കിൽ പിതാക്കൾക്ക്. ഞങ്ങൾക്ക് കേരളത്തിന് പുറത്ത് ജോലി വേണം, 6 മാസത്തിൽ ഒരിക്കൽ മാത്രം, മുമ്പ് ഗൾഫിൽ നിന്നും വന്ന് പോകുന്ന പോലെ വീട്ടിൽ വന്ന് തിരിച്ചു പോകണം എന്നൊക്കെ പറയുന്ന ഒരുപാട് പ്രവാസികളുണ്ട്. ആയതിനാൽ പുതിയ മാർഗം കണ്ടെത്തിയേ പറ്റൂ. ഗൾഫ് മാത്രമല്ല ആശ്രയം. ഇന്ത്യ എന്ന നമ്മുടെ രാജ്യത്ത് തന്നെ ധാരാളം അവസരങ്ങളുണ്ട്. അത് പ്രയോജനപ്പെടുത്താൻ കയ്യിലെ അനുഭവം മാത്രം മതിയാവില്ല. ഈ വളരുന്ന ന്യൂ ജനറേഷൻ കുട്ടികളെക്കാൾ മുമ്പേ ഒരു തലമുറ ഓടി വരുന്നുണ്ട്. അതാണ് സ്മാർട്ട് ജനറേഷൻ. ഇന്നത്തെ 10ാം ക്ലാസ്സും +2വും അതിലുൾപ്പെടും. അവർക്ക് നല്ല ബുദ്ധിശക്തിയാണ്, നല്ല കഴിവുകളുമുണ്ട്. അത് പ്രയോജനപ്പെടുത്തിയാൽ നമ്മുടെ രാജ്യം തന്നെ ഒരു ഗൾഫാക്കി മാറ്റാൻ കഴിയും. ഡിഗ്രി പഠന സമയത്ത് തന്നെ ഒഴിവു ദിവസങ്ങളിലും അനുഭവ സമ്പത്ത് നേടിയെടുക്കണം. എല്ലാ വിവരങ്ങളും പാഠപുസ്തകങ്ങളിലും ഇൻ്റർനെറ്റിലും ഉണ്ടായേക്കാം. പക്ഷേ അനുഭവം, എക്സ്പീരിയൻസ് ഒരു പാഠപുസ്തകത്തിൽ നിന്നോ കോളേജിൽ നിന്നോ ഗൂഗിളിൽ നിന്നോ കിട്ടുകയില്ലല്ലോ. അത് സ്വയം ഉണ്ടാക്കിയെടുക്കണം. എങ്കിലേ അടുത്ത തലമുറ രക്ഷപ്പെടൂ. അങ്ങനെ നമ്മുടെ സമൂഹം രക്ഷപ്പെടട്ടെ, നമ്മുടെ രാജ്യവും രക്ഷപ്പെടട്ടെ. ഇനി എല്ലാറ്റിൻ്റെയും മുന്നോട്ടുള്ള വേഗത കൂടുതലാണ്. വാഹനങ്ങളുടെയും വിമാനങ്ങളുടെയും കമ്പ്യൂട്ടറുകളുടെയും സ്മാർട്ട് ഫോണുകളുടെയും ഇൻ്റർനെറ്റിൻ്റെയും പഠനത്തിൻ്റെയും മാത്രമല്ല നമ്മുടെ ചിന്തകളുടെയും. നമ്മെക്കാളും വേഗതയിലാണ് അടുത്ത തലമുറ ഓടി വരുന്നത്. ഏത് നിമിഷവും നമ്മെ ഓവർടേക്ക് ചെയ്യും. അതിനാൽ നമ്മുടെ വേഗത ഇനിയും കൂട്ടേണ്ടതുണ്ട്. വേഗത കൂടാൻ പുത്തൻ ടെക്നോളജികൾ നിർബന്ധമാണ്. ഇന്നത്തെ ന്യൂ ജനറേഷനും ആഗ്രഹിക്കുന്നത് ഇത് തന്നെയാണല്ലോ. തുടർ പഠനവും ജോലിയും അടിച്ച് പൊളിക്കണം. അല്ലെങ്കിൽ പഠിക്കാതെ ജോലിക്കും പോകാതെ കിടപ്പാടം മുടിച്ച് തറവാട് അടിച്ച് പൊളിക്കേണ്ടി വരും. ഏത് കോഴ്സ് എടുത്ത് പഠിച്ചാലും പുതുപുത്തൻ സാങ്കേതികവിദ്യയെ ഒഴിച്ചു നിർത്താൻ കഴിയില്ല. അത് നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമായി മാറിയല്ലോ. ഉദാഹരണം, നമ്മുടെ കയ്യിലുള്ള സ്മാർട്ട് ഫോണുമായി നമുക്ക് എന്തെല്ലാം യോജിപ്പിക്കാമെന്ന് നോക്കാം. വീട്ടിലെയും ഓഫീസിലെയും സ്മാർട്ട് സെക്യൂരിറ്റി ക്യാമറകൾ, വൈദ്യുതി കണക്ഷനും മീറ്ററുകളും, നമ്മൾ ഉപയോഗിക്കുന്ന വാഹനം, അത് ഈവൻ മോട്ടോർ സൈക്കിൾ ആണെങ്കിൽ പോലും, വീട്ടിലെ എയർ കണ്ടീഷൻ, ഫ്രിഡ്ജ്, വാട്ടർ പമ്പ് മോട്ടോർ, ഗേറ്റ്, കോളിംഗ് ബെൽ, ഗേറ്റ് ലൈറ്റ്, മാത്രമല്ല വീടുകളിലെയും ഓഫീസുകളുടെയും ഓരോ സ്വിച്ച് ബോർഡ് പോലും ഒരു ടച്ച് സംവിധാനത്തോടെ ഒരു ടാബ് സിസ്റ്റത്തിലേക്ക് കൊണ്ടുവന്ന് ഓരോ ഇലക്ട്രിക്കൽ ഉപകരണവും ഓരോ ആപ്ലിക്കേഷനാക്കി പ്രവർത്തിക്കുന്ന സ്മാർട്ട് വയറിംഗ് പോലും ഇന്ന് സാധ്യമാണിപ്പോൾ. ഇനി പണിയുന്ന വീടുകൾ പോലും സ്മാർട്ട് ഹൗസ് ടെക്നോളജിയാകും. ഇത്തരം വീടുകൾക്ക് വയറിംഗ് നടത്തുമ്പോൾ സാധാരണ സ്വിച്ച് ബോർഡും വേണ്ട, അതിന് വേണ്ട കുത്തിപ്പൊളിയും വേണ്ട. പകരം വീട്ടുകാർക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് സ്മാർട്ട് സ്വിച്ച് ബോർഡ് ടാബ് ചുമരിൽ ഒട്ടിച്ചു വയ്ക്കാം. ഫാനുകളുടെയും ലൈറ്റുകളുടെയും മറ്റും ചിത്രങ്ങളിൽ ഒന്ന് ടച്ച് ചെയ്താൽ
ഓണാക്കാം, അതിനെ ഓഫാക്കാം, കൺട്രോൾ ചെയ്യാം. കൂടാതെ ഈ സ്മാർട്ട് സ്വിച്ച് ബോർഡിൽ ഇൻ്റർനെറ്റ് വൈഫൈ ബന്ധിപ്പിക്കുകയാണെങ്കിൽ പുത്തൻ ആപ്ലിക്കേഷനുകൾ ഡൗൺലോഡ് ചെയ്ത് ലോകത്തെവിടെ നിന്നും നമുക്ക് വീടിനെ നിയന്ത്രിക്കാം, ഓഫീസിനെ നിയന്ത്രിക്കാം, വീട്ടിലെ എല്ലാ ഇലക്ട്രിക്കൽ ഉപകരണങ്ങളെയും വൈഫൈയിലേക്ക് കൊണ്ടുവരാം. ഫ്രിഡ്ജിൽ എന്തെല്ലാം സാധനങ്ങൾ കുറവുണ്ട്, വീട്ടിലെ ഏതെല്ലാം റൂമിൽ ആളുകളുണ്ട്, കറണ്ട് ബിൽ എത്ര വരും, ടാങ്കിൽ എത്ര വെള്ളമുണ്ട്, വീട്ടിലാരെല്ലാം വന്നു, ഗ്യാരണ്ടി സർവീസ് എത്രയായി, ഫ്രിഡ്ജും AC-യും മറ്റും സർവീസ് ചെയ്യാറായോ എന്നിങ്ങനെ എല്ലാം മുൻകൂട്ടി അറിയാനും പ്രവൃത്തികൾ താനെ ചെയ്യാനും ഇത്തരം സ്മാർട്ട് ടെക്നോളജി കൊണ്ട് സാധിക്കും. ഇത്തരം പുത്തൻ സാങ്കേതിക വിദ്യകൾ കൈകാര്യം ചെയ്യാൻ +2 സയൻസ് ഗ്രൂപ്പ് തന്നെ എടുത്ത് പഠിക്കണം എന്ന് ഒരു നിർബന്ധവുമില്ല. തിയറിയും പ്രാക്ടിക്കലും ഒപ്പം ജോലിയും നേടാൻ പാകത്തിനുള്ള പഠനരീതി ഇന്ത്യയിൽ പലയിടത്തും ഒരുങ്ങിക്കഴിഞ്ഞ് നമുക്കും ഈ സ്മാർട്ട് വിദ്യയുടെ മുന്നേറ്റത്തിൽ പങ്കാളിയാകാം. ഇനി കൂടുതൽ വിവരത്തിന് 7510 www.softybay.com എന്ന് ഹംസ അഞ്ചുമുക്കിൽ രണ്ടത്താണി. www.softybay.com